നമസ്കാരം. പ്രധാന വാർത്തകൾ. വാടാനംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണവും വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. സമരം വാടാനംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ SDPI ധർണ. ഇടതുപക്ഷ നിലപാടുകളുടെ അന്തസ്സ് തകർക്കുന്ന സംവിധാനമായി CPIM മാറിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ. സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിച്ച് CPI-ML. മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിന് മാത്രമായെന്ന ദേശീയ കർഷക സംരക്ഷണ സമിതി. വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധിക്കെതിരായ നിലപാട്. വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ സർക്കാർ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് സമിതി ജനറൽ സെക്രട്ടറി പാഡിയോട് പ്രഭാകരൻ. പട്ടാമ്പിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. കൊണ്ടൂർക്കര മരുതൂർ സ്വദേശികളെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് കൂമ്പൻകല്ല് മൃഗാശുപത്രി പരിസരത്ത് വെച്ച്. 1.14 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മണ്ണൂർ പള്ളിപ്പടി പേഴുംകാട് റോഡ് നവീകരണം തുടങ്ങി. റോഡ് നവീകരിക്കുന്നത് 90 ലക്ഷം രൂപ ചെലവിൽ. മാത്തൂർ ചുങ്കമന്നത്ത് പാതയോരത്തെ ലേലത്തിനെടുത്ത മരങ്ങൾ മുറിക്കുന്നതിന്റെ മറവിൽ വ്യാപകമായി തണൽ മരങ്ങൾ വെട്ടിമാറ്റിയെന്ന് പരാതി. മാലിന്യ സംസ്കരണം വീടുകളിൽ നിന്ന് ശീലിക്കാൻ കഴിയണമെന്ന് സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. പട്ടാമ്പിയിൽ നഗരസഭാ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ ചേർന്നത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച്. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. പ്രതിഷേധ ജ്വാലയുമായി ജനകീയ സമിതി. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. പ്രവൃത്തി ഇന്നും പാതി വഴിയെ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. വിസ്തൃതമായ തട്ടകത്തിൽ കണ തൊട്ട് മുള വരെ നീളുന്ന പൂരക്കാലത്തിന് തുടക്കം. രാവിന്റെ 3-ാം യാമത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. വാടാനംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രതിഷേധം. പട്ടാമ്പി നിള ആശുപത്രി കുളപ്പുള്ളി IPT റോഡ് നവീകരണവും വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോഡ് ഉപരോധ സമരം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പാതയിലെ പൊടിശല്യത്തെ തുടർന്ന് വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും ജനങ്ങളോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. റെയിൽവേ മേൽപ്പാല നിർമ്മാണവും പാത നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടി വന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള പാത നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് 3-ാം തവണയാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാടാനംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. പ്രകടനമായെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഏകോപനമില്ലാത്തതുമൂലമാണ് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതെന്നും വരാനിരിക്കുന്ന ഇലക്ഷന് തൊട്ടുമുമ്പ് റോഡിന്റെയും മേൽപ്പാലത്തിന്റെയും ഉദ്ഘാടനം നടത്താമെന്ന LDF-ന്റെ വ്യാമോഹം കോൺഗ്രസ് അനുവദിക്കില്ലെന്നും റിയാസ് മുക്കോളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരും വരെ ജനങ്ങളെ വലയ്ക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് അംഗീകരിക്കാനാകില്ല. പാതയുടെയും പാലത്തിന്റെയും പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും റിയാസ് മുക്കോളി വ്യക്തമാക്കി. പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊരു സംസ്ഥാന പാതയാണ്. ദിനേനയെന്നോണം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ 2 വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇവിടെ നമുക്കറിയാൻ സൂചിപ്പിച്ചല്ലോ,
ശ്രീമൻ ഉമ്മൻചാണ്ടി സാറിനെ ഞാനും നിങ്ങളും ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുമ്പോ കേവലം 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 100 പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനകീയരായ നേതാക്കന്മാർ, ഭരണാധികാരികൾ ഈ സംസ്ഥാനത്ത് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊടി നിന്ന് ജീവിക്കേണ്ടി വലിയ പ്രയാസകരമായ യാത്ര നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അസീസ് പട്ടാമ്പി, EP യൂസഫ്, അബൂബക്കർ സിദ്ദിഖ്, CP ബാബു, A ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ, CT അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാടാനംകുറിശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM ഇടതുപക്ഷ നിലപാടുകളുടെ അന്തസ്സ് കെടുത്തുന്ന സംവിധാനമായി മാറിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ. മദ്യമല്ല പള്ളിക്കൂടമാണ് വേണ്ടതെന്ന് ഒരു കാലത്ത് പറഞ്ഞവരാണ് കോളേജിന്റെ പേരിൽ സ്ഥലം വാങ്ങി മദ്യക്കമ്പനി തുടങ്ങാൻ വഴിയൊരുക്കുന്നതെന്നും ജോയ് അറക്കൽ പറഞ്ഞു. എലപ്പുള്ളിയിൽ മദ്യക്കമ്പനി ആരംഭിക്കുന്നതിനെതിരെ SDPI പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോയ് അറക്കൽ. CPM കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അകന്നുകഴിഞ്ഞ പാർട്ടിയാണെന്ന് റോയ് അറക്കൽ കുറ്റപ്പെടുത്തി. കർഷകരെ ഇല്ലാതാക്കുകയും കുടിവെള്ളം മുട്ടിക്കുകയും ചെയ്യുന്ന മദ്യക്കമ്പനിക്കായി സർക്കാരും CPMഉം ഒരുപോലെ വാദിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 8 വർഷമായി അടിസ്ഥാന വർഗത്തെ അവഗണിക്കുന്നതാണ് സർക്കാർ നയം. ഭരണത്തിലേറാനായി ജനകീയത പറയുകയും ഭരണത്തിലേറിയതിനു ശേഷം ജനവിരുദ്ധത നടപ്പാക്കുകയുമാണ് സർക്കാരെന്ന് ജോയ് അറക്കൽ ആരോപിച്ചു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളും അതോടൊപ്പം നിയമസഭയിലുമൊക്കെ ചർച്ചയായി പൊതുജനം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് സംസ്ഥാനത്ത് ഞങ്ങളൊരു പുതിയ വ്യവസായ സംരംഭം കൊണ്ടുവരിക. അതിലെന്താണ് ഇത്ര തെറ്റ്? വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് വ്യവസായങ്ങളായിരിക്കണം. വ്യവസായമല്ലാതെ ഇവിടെ കൊണ്ടുവരുന്ന പദ്ധതി എന്താ? വിദേശ മദ്യ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്. കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡാമിനോട് ചേർന്ന് അല്ലെങ്കിൽ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും പലപ്പോഴും കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല. കൃഷിനാശമുണ്ടാകുന്നു. കന്നുകാലികൾ ഉൾപ്പെടെ ഇവിടെ നശിക്കുന്നതിനൊരു പ്രധാന കാരണം ഇവിടുത്തെ വരൾച്ച തന്നെയാണ്. SDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ വിളയോടി വേണുഗോപാൽ, ശിവരാജൻ മുതലമട, കാർത്തികേയൻ K മായാണ്ടി, ബാബിയ ടീച്ചർ, സുലേഖ റഷീദ്, ഉമ്മർ അലവി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിനായി മാത്രമെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി. ഡാമിൽ നിന്ന് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധിക്കെതിരാണെന്ന് കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കാർഷിക ആവശ്യത്തിന് മാത്രമായാണ് 1949 മലമ്പുഴ ഡാം നിർമ്മിച്ചത്. ഡാം നിർമ്മിക്കുമ്പോൾ തന്നെ രേഖകളിൽ ഇക്കാര്യം വ്യക്തമാണ്. കാർഷികാവശ്യത്തിന് വെള്ളം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നടന്ന കേസിലാണ് മലമ്പുഴ വെള്ളം കാർഷികാവശ്യത്തിനാണെന്ന വിധി വന്നത്. കഞ്ചിക്കോടും പരിസര പ്രദേശത്തുമുള്ള വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ തുടങ്ങിയതോടെ കാർഷികാവശ്യത്തിന് വെള്ളം തികയാതെ വന്നതോടെയാണ് കർഷക സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. എലപ്പുള്ളിയിൽ വരുന്ന മദ്യക്കമ്പനിക്കും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിൽ വരാനിരിക്കുന്ന വ്യവസായ ഇടനാഴിക്കും വെള്ളം നൽകുന്നതോടെ മലമ്പുഴ ഡാം കർഷകർക്ക് അന്യമാകും. കഞ്ചിക്കോട്, പുതുശ്ശേരി, എലപ്പുള്ളി മേഖലകളിൽ പരമ്പരാഗത ഏരികളിലും കുളങ്ങളിലും മഴവെള്ളം സംഭരിച്ച് വ്യാവസായിക ആവശ്യങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണം. മലമ്പുഴ ഡാമിന്റെ നിർമ്മാണ ലക്ഷ്യവും ഹൈക്കോടതി വിധികളും മറികടന്ന്
എലപ്പുള്ളി മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ നിയമപരമായും സമരത്തിലൂടെയും സർക്കാരിനെ നേരിടുമെന്നും പാണ്ഡ്യയോട് പ്രഭാകരൻ പറഞ്ഞു. ഡാമിൽ നിന്നുള്ള വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇതിനെതിരെ കർഷകന്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഡാമിൽ നിന്നും കൃഷിക്ക് വെള്ളം നൽകാത്തതിനെതിരെ പലതവണ ഉണക്കം വന്നു. അതിനായി ഞാൻ ദേശീയ കർഷക സംരക്ഷണ സമിതി 2003 ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾക്ക് തരാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുമാണ് കേസ് കൊടുത്തു. അതിൽ വിധി വന്നു, കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ച ഡാമാണ്, അതുകൊണ്ട് കൃഷിയെ രക്ഷിക്കേണ്ട ചുമതല ഡാമിനുണ്ട്, അതുകൊണ്ട് കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കണമെന്നുള്ള വിധി വന്നു. പിന്നെ അതിനുശേഷം വ്യവസായങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെള്ളം കൊടുക്കുകയും കൃഷിക്കുള്ള വെള്ളം തികയാതിരുന്നപ്പോൾ 2018 വീണ്ടും ഞങ്ങൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അതിലും വിധി പറഞ്ഞത് കാർഷികേതര മലമ്പുഴ വെള്ളം കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കർഷക സംരക്ഷണ സമിതി നേതാക്കളായ കെ ശരവണകുമാർ, വി ബാലകൃഷ്ണൻ, CR രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. കൂമ്പൻകല്ല് മൃഗാശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് കൊണ്ടൂർക്കര മരുതൂർ സ്വദേശികളായ യുവാക്കൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. കൊണ്ടൂർക്കര സ്വദേശി 34 വയസ്സുള്ള ഹാരിസ്, മരുതൂർ സ്വദേശി 19 വയസ്സുള്ള മുഹമ്മദ് അസ്ലം എന്നിവരാണ് പിടിയിലായത്. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കൂമ്പൻകല്ല് മൃഗാശുപത്രിക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇരുവരും MDMA-യുമായി പിടിയിലായത്. ഇവരിൽ നിന്ന് 1.14 ഗ്രാം MDMA പിടിച്ചെടുത്തു. പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പത്മരാജൻ, സബ് ഇൻസ്പെക്ടർമാരായ മണികണ്ഠൻ, ശ്രീരാഗ്, SCPO സന്ദീപ്, CPO മിജേഷ്, CPO ബിജുമോൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ചുള്ളിമടയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കൊങ്ങൻപാടത്തെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. 1 ഏക്കറിലേറെ നെൽകൃഷി ആന ചവിട്ടി നശിപ്പിച്ചു. നാട്ടുകാർ പടക്കം പൊട്ടിച്ചെങ്കിലും ഏറെ നേരം കഴിഞ്ഞാണ് ആന വനാതിർത്തിയിലേക്ക് മടങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. അരിവാറ്റി മദ്യം നൽകലാണോ കമ്മ്യൂണിസ്റ്റ് നയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കണമെന്ന് CPIML സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TC സുബ്രഹ്മണ്യൻ. മദ്യനിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തു അരിയാണെന്ന വാദം കർഷക പ്രതിഷേധം ഇല്ലാതാക്കാനാണെന്നും സുബ്രഹ്മണ്യൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അരി ഇറക്കി ഭക്ഷണം കഴിക്കുന്ന കേരളത്തിൽ അരിയിൽ നിന്നാണ് മദ്യമുണ്ടാക്കുന്നതെന്ന് പറയുന്ന സർക്കാരും CPM-ഉം ഒരേ സമയം കർഷകവഞ്ചനയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുമാണ് നടപ്പിലാക്കുന്നത്. കർഷകർക്ക് വാഗ്ദാനം നൽകി പഞ്ചാബിൽ മദ്യനിർമ്മാണം ആരംഭിച്ച ഒയാസിസ് കമ്പനി കർഷക വിരുദ്ധത നടത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടി വന്നു. മഴവെള്ളം സംഭരിച്ച് മദ്യക്കമ്പനി ആരംഭിച്ചാലും ഭൂഗർഭ ജലനിരപ്പ് കുറയാനിടയാക്കും. 3 പഞ്ചായത്തിനാവശ്യമായ വെള്ളമാണ് മദ്യക്കമ്പനിക്ക് ഒരു ദിവസം വേണ്ടിവരുന്നത്. ചാലിയാർ മുതൽ പെരിയാർ വരെ നശിപ്പിച്ച രീതിയാണ് സർക്കാരിൻ്റേത്. ആ രീതിയാണ് പാലക്കാടും തുടരുന്നത്. എന്തു വില കൊടുത്തും മദ്യക്കമ്പനി ആരംഭിക്കുമെന്ന സർക്കാർ CPM തീരുമാനം നടപ്പിലാവില്ലെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. CPIML കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രോവിൻറ്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവരാമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊക്കോകോള കമ്പനി പൂട്ടിക്കുകയും അത് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത അതിന് ജയിലിൽ കിടന്നൊരു സ്ഥലമാണ് പ്രോവിൻറ്റ്. അന്ന് 3 ലാത്തി ചാർജ്, ഓഗസ്റ്റ് 15-ന് 3 ലാത്തി ചാർജ് ഉണ്ടായി. ആഴ്ചകളോളം ജയിലിൽ കിടന്ന സാക്കള് 150ഓളം പേര് ഞങ്ങളുടെ സാക്കള് ജയിലിൽ കിടന്നിരുന്നു. ആ സമരം വിജയിച്ചു. അന്ന് കൊക്കോകോള കമ്പനി വരുമ്പോഴും പെപ്സി വരുമ്പോഴും അന്ന് പറഞ്ഞ കാര്യം ജലക്ഷാമം ഉണ്ടാവില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല എന്നായി. ഇപ്പോഴും ഈ മഴനിഴൽ പ്രദേശമായിട്ടുള്ള സ്ഥലത്താണ് ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നത്. മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്ന 8 MLD 8 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം ഈ കമ്പനിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യ സംസ്കരണം വീടുകളിൽ നിന്നും ശീലിക്കാൻ കഴിയണമെന്ന് സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരസഭ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്.
പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. സിനിമാ താരങ്ങളായ ഗോവിന്ദ്, പത്മസൂര്യ, മാളവിക, ശ്രീനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ ശീലമാക്കണമെന്ന് നഗരസഭയുടെ സ്വച്ഛ് ഭാരത് അംബാസഡർ കൂടിയായ സിനിമാ നടൻ ഗോവിന്ദ്, പത്മസൂര്യ പറഞ്ഞു. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ശരിക്ക് ഈ ശുചിത്വം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ബാലപാഠങ്ങൾ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് വീട്ടിലാണ് എന്ന് എപ്പോഴും പറയും. പക്ഷെ നമ്മൾ പട്ടാമ്പി വീട്ടിലൊന്നും നിന്നിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ വളരെ ഭംഗിയായി നടക്കുന്നൊരവസ്ഥയായിരുന്നു. ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് കൊച്ചിയിലേക്ക് മാറിയപ്പോഴാണ് ശരിക്കും ഇതെന്താ പരിപാടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം അവിടെ ഞാനും ഗോപികയും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ്. മാലിന്യമുക്ത നാടിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശിഷ്ടാതിഥികൾ കുട്ടികളുമായി സംവദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതസഭ ചേർന്നു. തങ്ങൾക്ക് ചുറ്റും കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും കുട്ടികൾ അവതരിപ്പിച്ചു. നാട് മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള ആശയങ്ങളും കുട്ടികൾ സഭയിൽ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പള്ളിപ്പടി പേഴുംകാട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുക. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. 4 വർഷമായി തകർന്നു കിടന്നിരുന്ന റോഡിൽ മഴക്കാലത്തായിരുന്നു യാത്രക്കാർ ഏറെ ദുരിതം പേറിയിരുന്നത്. മഴക്കാലത്ത് യാത്ര ദുരിതം രൂക്ഷമായതോടെ പ്രതിഷേധത്തിനും ഇടവരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത MLA ശാന്തകുമാരിയുമായും വകുപ്പ് മന്ത്രിയുമായും നിരന്തരം ഇടപെട്ടതോടെയാണ് 4 വർഷത്തിനു ശേഷം പ്രശ്നത്തിന് പരിഹാരമായത്. ഏകദേശം 4.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രധാന റോഡാണിത്. ആദ്യം വെട്ടിപ്പൊളിച്ച ഭാഗം ജല അതോറിറ്റി പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുന്നതിനോടൊപ്പം തന്നെ റോഡ് ടാറിട്ട് നവീകരിക്കാനും നടപടിയായതായി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. MLA, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി പൂർത്തീകരിക്കുക. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, A. ഷിഹാബ്, TR ശശി എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. ഇത് കഴിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരം റെസ്റ്റോറേഷൻ പ്രവൃത്തി ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ തന്നെ മണ്ണൂർ പഞ്ചായത്ത് തുടങ്ങും. അത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ വാർഡിൽ ഏകദേശം 80 ലക്ഷം രൂപ പഞ്ചായത്തും അതുപോലെ തന്നെ MLAയുടെ പ്രാദേശിക ഫണ്ടും തദ്ദേശ റോഡ് പുനരുദ്ധാരണത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് 80 ലക്ഷം രൂപ ഇതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തോടുകൂടി മണ്ണൂർ പഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ പ്രവൃത്തി കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് പരമാവധി ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പ്രവൃത്തി തുടങ്ങുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നിരന്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളുടെയും കൃത്യമായ ഇടപെടലിനെ തുടർന്നാണ് നമുക്കിത് നടത്താനായിട്ട് സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് അകത്തിത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥയ്ക്കെതിരെ ജനകീയ സമിതിയുടെ പ്രതിഷേധ ജ്വാല. 2021 ജനുവരിയിലായിരുന്നു പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം. കല്ലേക്കുളങ്ങര ആർച്ചിന് സമീപം പണിതീരാത്ത പാലത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. മേൽപ്പാല നിർമ്മാണത്തിൽ അനാസ്ഥയാരോപിച്ചാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചത്. കല്ലേക്കുളങ്ങര ആർച്ചിന് സമീപം പണിതീരാത്ത പാലത്തിനു മുന്നിൽ നാട്ടുകാർ മെഴുകുതിരി തെളിയിച്ചു. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി രക്ഷാധികാരി K. ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മുരളി അമ്പാട്ട് പ്രതിഷേധ സന്ദേശം വായിച്ചു. 2017 ഒക്ടോബർ 9 പാലത്തിന്റെ ശിലാസ്ഥാപനം. 2021 ജനുവരി 23 നിർമ്മാണോദ്ഘാടനം നടന്നു. തറക്കല്ലിട്ട് 7 വർഷവും നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 4 വർഷവും പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് ജനകീയ സമരസമിതി ചൂണ്ടിക്കാട്ടി. അവഗണന തുടർന്നാൽ കടുത്ത സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് സമിതി ഭാരവാഹികളായ ചെയർമാൻ T. മുരളീധരൻ, ട്രഷറർ ബിനു രാധാകൃഷ്ണൻ എന്നിവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലെന്ന് SDPI. സർക്കാർ അനാസ്ഥയാരോപിച്ച് ഷൊർണൂരിൽ SDPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ റേഷൻ കടകളുടെ പ്രവർത്തനം സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം സ്തംഭനാവസ്ഥയിലാണെന്ന് SDPI ചൂണ്ടിക്കാട്ടി.
കരാറുകാർക്കും കടഉടമകൾക്കും ഭീമമായ കുടിശ്ശിക വരുത്തിയതിൽ പ്രതിഷേധിച്ച് കടഉടമകളും കരാറുകാരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് SDPI മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ ആവശ്യപ്പെട്ടു. നികുതിഭാരം, തൊഴിലില്ലായ്മ തുടങ്ങി പലവിധ പ്രതിസന്ധികൾ നേരിട്ട് ജനം വട്ടം തിരിയുമ്പോൾ റേഷൻ സാധനങ്ങളും ലഭിക്കാത്ത അവസ്ഥ പാവപ്പെട്ട കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരം ശക്തമാക്കുമെന്നും SDPI വ്യക്തമാക്കി. പ്രതിഷേധ പ്രകടനത്തിന് SDPI മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, ട്രഷറർ ഷാഹിദ്, മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാതയോരത്തെ ലേലത്തിലെടുത്ത മരങ്ങൾ മുറിക്കുന്നതിന്റെ മറവിൽ തണൽ മരങ്ങൾ മുറിച്ചു തള്ളിയതിൽ പ്രതിഷേധം. മാത്തൂർ ചുങ്കമന്നത്ത് പ്രധാന പാതയോരത്തെ തണൽ മരങ്ങളാണ് വ്യാപകമായി മുറിച്ചു തള്ളിയത്. മാത്തൂർ ചുങ്കമന്നത്ത് വില്ലേജ് ഓഫീസിനും ബാങ്കിന് മുന്നിലുള്ള തണൽ മരങ്ങളാണ് വ്യാപകമായി മുറിച്ചു തള്ളിയത്. തണൽ മരങ്ങൾ മുറിക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖവിലക്കെടുത്തില്ല എന്നതാണ് പരാതി. മുറിച്ചിട്ട തണൽ മരങ്ങൾ പാതയോരത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. വില്ലേജ് ഓഫീസിലേക്കും ബാങ്കുകളിലേക്കും എത്തുന്നവർ വെയിൽ കൊള്ളാതെ വിശ്രമിക്കുന്നതും വാഹനങ്ങൾ നിർത്തിയിടുന്നതും ഈ തണൽ മരച്ചൂട്ടിലായിരുന്നു. മരങ്ങൾ മുറിച്ചു തള്ളിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. മരങ്ങൾ മുറിക്കരുത് എന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടപ്പോൾ പാതയോരത്തെ മരങ്ങൾ മുറിക്കുന്നതിൽ വനം വകുപ്പ് ഇവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാൽ മരങ്ങൾ മുറിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് മറുപടി നൽകിയതെന്നും പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയാകുമാരൻ പറഞ്ഞു. പക്ഷേ അധികാരികൾ ഈ പരാതിയുള്ള അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് പകരം തണൽ മരങ്ങൾ മുറിച്ചു മാറ്റുകയും അപകട ഭീഷണിയായി നിലനിൽക്കുന്ന ചുങ്കമന്നം ജംഗ്ഷനിലുള്ള മരം മുറിക്കാതെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാല്യുവേഷൻ തന്ന മരങ്ങളാണ്, അത് നിർബന്ധമായി ഇത് മുറിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഈ തണൽ മരങ്ങൾ മുറിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നത്. കൊടുംചൂടിൽ നിന്നും രക്ഷയ്ക്കായി ആശ്രയിക്കുന്ന തണൽ മരങ്ങൾ മുറിച്ചു തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGNA പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, DA ശമ്പള കുടിശ്ശിക അനുവദിക്കുക, സ്റ്റാഫ് പാറ്റേൺ പുതുക്കി നിശ്ചയിക്കുക, മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക, താൽക്കാലിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KGNA സമരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തിരിച്ചടിയായെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ കമ്മിറ്റി അംഗം TK അച്യുതൻ പറഞ്ഞു. ഒന്ന്, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെയും ജീവനക്കാരുടെയും തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക, അതുപോലെ തന്നെ ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിച്ച് തുടർച്ച ഉറപ്പാക്കുക, തസ്തിക പുനഃക്രമീകരണം നടത്തി നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കുക, കിടത്തി ചികിത്സയുള്ള എല്ലാ ആശുപത്രികളിലും 8 മണിക്കൂർ ജോലി നടപ്പിലാക്കുക, നഴ്സസ് പ്രാക്ടീഷണർ സംവിധാനം നടപ്പിലാക്കുക, താൽക്കാലിക നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നടപ്പിലാക്കുക, പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ ഇൻ്റഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക, ESI ഹോമിയോ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് നേരെയുള്ള തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക, നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കുക. അസോസിയേഷൻ പ്രസിഡന്റ് BR റോഷ്നി അധ്യക്ഷത വഹിച്ചു. K. സിജി, R. സുരേഷ്, KK ബേബി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി സ്വദേശിയായ മുരളീധരൻ വേളേരി മഠത്തിന് വനമിത്ര അവാർഡ് ലഭിച്ചു. വർഷങ്ങളായി പട്ടാമ്പിയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം.
നിരവധി മറ്റ് പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും വനമിത്ര അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മുരളീധരൻ വേളേരിമഠം പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ മികവിന് ഒടുവിൽ മുരളീധരൻ വേളേരിമഠത്തിന് വനമിത്ര അവാർഡ് തേടിയെത്തി. വർഷങ്ങളായി പട്ടാമ്പിയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തനായ മുരളീധരൻ വേളേരിമഠം അറിയപ്പെടുന്ന ഒരു മജീഷ്യൻ കൂടിയാണ്. പാതയോരങ്ങളിലും സ്കൂളുകളിലും പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും നീളാതീരത്തുമെല്ലാം പൂന്തോട്ടമൊരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലുമെല്ലാം വൃക്ഷത്തൈകൾ നടുക, നീള സംരക്ഷണ പദ്ധതികളിൽ മുന്നിൽ നിന്നും പ്രവർത്തിക്കുക, വനം വകുപ്പ് പദ്ധതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക തുടങ്ങി മുരളീധരൻ്റെ വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് വനം വകുപ്പിൻ്റെ വനമിത്ര അവാർഡിന് തിരഞ്ഞെടുത്തത്. പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുരളീധരനെ VK ശ്രീകണ്ഠൻ MPയും മുഹമ്മദ് മുഹ്സിൻ MLAയും നേരത്തെ പല വേദികളിലും അഭിനന്ദിച്ചിട്ടുണ്ട്. പ്രവർത്തന മികവിന് ഒട്ടേറെ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അതേസമയം വനമിത്ര അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും തുടർന്നും ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്നും മുരളീധരൻ വേളേരിമഠം STVയോട് പറഞ്ഞു. ഈ അവാർഡ് വനമിത്ര അവാർഡ് 2024-2025 വനമിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്നലെ വൈകുന്നേരത്താണ് ഉണ്ടായത്. ഇനി അത് അവാർഡ് തരുന്ന ചടങ്ങ് മിക്കവാറും ജൂൺ 5-ാം തീയതിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഒരുപാട് കാലത്ത് ഏകദേശം 20ഓളം വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. വിവിധ മേഖലകൾ നമ്മൾ അവാർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഇന്നവരെ ചെയ്തിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് കാണാൻ തന്നെ ഇവിടെ തന്നെ കാണാം. നമുക്ക് വിവിധ സംഘടനകളും മറ്റും പിന്നെ 160ഓളം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് വനം വന്യജീവി വകുപ്പിൻ്റെ വനമിത്ര അവാർഡാണ്. അത് ഈ അവാർഡ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വന്ന് അവർ പല ഓഫീസർമാരും വന്ന് നോക്കി കണ്ട് അവർക്ക് ബോധിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഇതിന് എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചത്. പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി ഇദ്ദേഹം ജനശ്രദ്ധ നേടിയിരുന്നു. 20 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി 2000-ൽ നാട്ടിൽ തിരിച്ചെത്തി സ്വന്തം വീട്ടുപരിസരത്ത് പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് കടന്ന മുരളീധരൻ്റെ വർഷങ്ങളായുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് 65-ാം വയസ്സിൽ ലഭിച്ചത്. 2008 മുതൽ പോലീസ് ജനമൈത്രി സമിതി സീനിയർ അംഗമായി പ്രവർത്തിച്ചിരുന്നു. പ്രവർത്തന മികവിന് SP-യിൽ നിന്നും പോലീസ് സംഘടനകളിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റോട്ടറി ക്ലബ്ബ് അംഗമായി പ്രവർത്തന മികവിന് ഏറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം, പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ്, ഓയിസ്ക ഇൻ്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ്, ഭാരതപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ തുടങ്ങി പട്ടാമ്പിയിലെ പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി സജീവമാണ് മുരളീധരൻ വേളേരിമഠം. ഭാര്യ ഗീതയാണ്. നമിത, അമൃത എന്നിവർ മക്കളും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. തട്ടകത്തിൽ കണ തൊട്ട് മുള വരെ നീളുന്ന വിപുലമായ പൂരക്കാലത്തിനാണ് ഇതോടെ തുടക്കമായത്. രാത്രിയുടെ 3-ാം യാമത്തിൽ നടന്ന ഭക്തിനിർഭരമായ കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ദേശവാസികൾ എത്തിയിരുന്നു. പൂരം കൊടിയേറിയതോടെ തട്ടകത്തമ്മയുടെ കൂത്തുമാടത്തിൽ ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെ 21 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് തുടക്കമായി. വർഷങ്ങളായി ക്ഷേത്രത്തിലെ 1-ാം കൂത്ത് വഴിപാട് നടത്തുന്നത് തമിഴ്നാട്ടുകാരനായ തിരുപ്പൂർ മണിയാണ്. ജനുവരി 30-ാം തീയതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടക്കും. ഫെബ്രുവരി 11-ാം തീയതി കാളവേലയും 12-ാം തീയതി പൂരവും കൊണ്ടാടും. ആഘോഷത്തിന് കൊടിയേറിയതോടെ ക്ഷേത്രവും പരിസരവും ഭക്തി നിർഭരമാണ്. പൂരത്തിന് കൊടിയേറിയതോടെ തട്ടകവാസികൾ ഉത്സവാവേശത്തിലാണ്. കുളത്തിൽ പരമേശ്വരൻ നായർ പ്രസിഡന്റ്, ചീനിക്കത്തൊടി കൃഷ്ണദാസ് സെക്രട്ടറി, അങ്ങാടിക്കൽ ശ്രീനാരായണൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് MLA ഫണ്ടിൽ നിന്ന് സ്റ്റാൻഡോടുകൂടിയ ഹൈജമ്പ് ലാൻഡിംഗ് മാട്രസ് അനുവദിച്ചു. K. പ്രേംകുമാർ MLA മാട്രസ് കൈമാറി. മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഉപയോഗത്തിനായി
MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാൻഡോടുകൂടിയ ഹൈജമ്പ് ലാൻഡിംഗ് മാട്രസ് വാങ്ങിയത്. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വളർച്ചയ്ക്ക് മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിൽ ഒട്ടേറെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടക്കുകയാണ്. കായിക രംഗത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതിനും അതിലൂടെ നമ്മുടെ നാടിന്റെ കായിക സംസ്കാരത്തെ ഏറ്റവും മികവുറ്റതാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ സംസ്ഥാന കാലം നടക്കുന്നത്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ISSK എന്ന പരിപാടി ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ B. അബ്ദുറഹ്മാൻ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയത്. ലോകത്താകെയുള്ള കായിക മേഖലയുടെ വളർച്ചയുടെ മുന്നേറ്റത്തെ നമ്മുടെ നാടുമായി ബന്ധിപ്പിക്കാനും നാടിന്റെ കായിക രംഗത്ത് ഉണർവും ഉത്സാഹവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വിജിത, PTA പ്രസിഡന്റ് K. ബാബുരാജ്, MPTA പ്രസിഡന്റ് K. ശാലിനി, SMC ചെയർമാൻ KP ഹരികൃഷ്ണൻ, പ്രധാനാധ്യാപകൻ K. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ P. മനോജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽ ഷഹാമ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 1 വർഷക്കാലം സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതി ആരംഭിക്കുന്നു. ജനുവരി 26-ന് ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽ ഷഹാമ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓട്ടോ ചുമട്ടുതൊഴിലാളികൾക്കും കുടുംബത്തിനും 1 വർഷക്കാലം സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജനുവരി 26-ന് രാവിലെ 10 മണിക്ക് പട്ടാമ്പിയിലെ അൽഷാമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കും. വിവിധ ഓട്ടോ ചുമട്ടുതൊഴിലാളി സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ എമ്പുരാൻ ടീസർ റിലീസിങ്ങിനോടനുബന്ധിച്ചാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽഷഹാമ ഐ ഹോസ്പിറ്റലിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ പ്രോഗ്രാമാണ് ഈ മാസം ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാന മേഖല വർക്ക് ചെയ്യുന്നവരായ ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖല ജനങ്ങൾക്കും വേണ്ടി ഈ പ്രോഗ്രാം വിപുലീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും 1000-ലധികം വരുന്ന നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും 1 വർഷക്കാലം സൗജന്യമായിട്ടുള്ള ചികിത്സകളാണ് ഈ സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതിയുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും അൽഷഹാമയും സംയുക്തമായി ചേർന്ന് നടത്താറുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി കൊപ്പം ഭാരവാഹികളായ TT ശശി, P. ശിവകുമാർ, K. മനോജ്, അൽഷഹാമ ഡയറക്ടർ അബ്ദുൽ അസീസ് കോടിയിൽ, മാർക്കറ്റിംഗ് മാനേജർ MR സാന്ദ്ര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട്ട് ലഘു ഉദ്യോഗ ഭാരതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മയാണ് ലഘു ഉദ്യോഗ ഭാരതി. തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഇന്നത്തെ വ്യക്തികൾ അതിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ആസ്ഥാന മന്ദിരം എന്ന് പറയാതിരിക്കാറുണ്ട്. കാരണം നമുക്കറിയാം പാലക്കാട് നഗരസഭയുടെ കീഴിൽ തന്നെ ഒരുപാട് ചെറുകിട സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്കുമായി ബന്ധപ്പെട്ട ലോണുകൾ, അതുപോലെ തന്നെ ആ സംരംഭം തുടങ്ങുന്നതിൻ്റെ രജിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ചില അറിവില്ലായ്മ കൊണ്ട് ഇപ്പോഴും പല സ്ഥാപനങ്ങളും പകുതിയിൽ വെച്ച് നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. വ്യവസായ ഉന്നമനത്തിനായി രൂപീകരിച്ച ബ്രദേഴ്സ് മാനേജ്മെന്റിന്റെ പ്രവർത്തനവും ഉദ്യോഗഭാരതിയിലൂടെ ലഭ്യമാകും. കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന് കീഴിലെ ചെറുകിട വ്യവസായ പ്രോത്സാഹനവും സംരംഭകർ നേരിടുന്ന പ്രതിസന്ധി പരിഹാരവും ഓഫീസിലൂടെ ലഭ്യമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് KP മോഹൻരാജ് അറിയിച്ചു.
ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺ, സംസ്ഥാന പ്രതിനിധി നാരായണപിള്ള, എസ് പ്രശാന്ത് മേനോൻ, ഡോക്ടർ ശിവദാസ്, എൻ കെ വിനോദ്, എം കുമാരൻ, സോമി ജോർജ്, രാജേഷ് PS എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷൻ ജില്ലാ ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും. 27 രാവിലെ 9:30 പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സ്കൂളിലാണ് പാലക്കാട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് എന്ന് IQA ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 2 പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. 10,000 രൂപയുടെ ക്യാഷ് പ്രൈസാണ് സമ്മാനം. IQA ഏഷ്യയിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മത്സരിക്കാൻ കഴിയുക. ഒരു സ്കൂളിൽ നിന്ന് പരമാവധി 5 ടീമുകൾക്ക് പങ്കെടുക്കാം. വിജയികളെ ജില്ലയുടെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂളായി ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന രജിസ്ട്രേഷൻ ഡ്രൈവിൽ വിദ്യാർത്ഥികൾക്ക് ക്വിസ് പ്ലെയറായി IQA ഏഷ്യയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ കഴിഞ്ഞ ജൂലൈയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് https IQA ഏഷ്യ രജിസ്ട്രേഷൻ എന്ന പോർട്ടലിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യാം. 1 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീ 177 രൂപയാണ്. ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യുന്ന 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് IQA ക്വിസ് പ്ലെയർ രജിസ്ട്രേഷൻ കാർഡും 12 മാസം IQA കണ്ടന്റും ഓൺലൈനായി ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 790706353999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ജില്ലാ ഭരണകൂടങ്ങളുമായി ചേർന്ന് 14 ജില്ലകളിലും IQA ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ ചാർട്ടർ പ്രസിഡന്റ് TK ഹരിഗോവിന്ദ മേനോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ക്വിസ് ബിക്കംസ് പോപ്പുലർ. അപ്പോൾ ഏറ്റവും അധികം കുട്ടികളെ രജിസ്റ്റർ ചെയ്തെടുക്കുക, എന്നിട്ട് അതിലേക്ക് ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേണ്ട മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ക്വിസിംഗ് ഇസ് സംതിങ് നോട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമല്ല, എല്ലാവർക്കും ത്രൂഔട്ട് ദ ലൈഫ് യു നീഡ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. അധ്യാപകർക്ക് പഴയ ചൂരൽവടി തിരിച്ചു നൽകണമെന്നും അവർ വീണ്ടും അച്ചടക്കമുള്ള തലമുറയെ സൃഷ്ടിക്കുമെന്നുമുള്ള വാദം പലരും ഉയർത്തുന്നുണ്ട്. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരുന്നൊരു വീഡിയോ ഉണ്ട്. ഒരു കുട്ടി അധ്യാപകനോട് കാർത്ത് സംസാരിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും, പിന്നെയാണ് ഗുരു വരുന്നത്, പിന്നെയാണ് ദൈവം. വീട്ടിലെ സാഹചര്യങ്ങൾ, പരിസ്ഥിതികൾ, അതുപോലെ ചുറ്റുപാടുകൾ, ഇതെല്ലാം ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആദ്യത്തെ വിദ്യാലയം വരുന്നത് വീട് തന്നെയാണ്. മാതാപിതാക്കൾ എങ്ങനെ കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു അതുപോലെ ഇരിക്കും കുട്ടിയും. പിന്നെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം കുട്ടികളിലേക്ക് ഒരുപാട് മാനസിക മാറ്റങ്ങളും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില തെറ്റുകുറ്റങ്ങൾ കൊണ്ട് അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയാൽ നാളെ അവർ വളരെ ക്രിമിനലുകളായി സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുകയും ആ തെറ്റ് പറഞ്ഞു കൊടുക്കുകയും മാതാപിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണവും വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. സമരം വാടാനംകുറിശ്ശി ഓഗലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ SDPI ധർണ. ഇടതുപക്ഷ നിലപാടുകളുടെ അന്തസ്സ് തകർക്കുന്ന സംവിധാനമായി CPIM മാറിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ. സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിച്ച് CPI-ML. മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിന് മാത്രമായെന്ന ദേശീയ കർഷക സംരക്ഷണ സമിതി. വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധിക്കെതിരായ നിലപാട്. വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാൻ സർക്കാർ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് സമിതി ജനറൽ സെക്രട്ടറി പാഡിയോട് പ്രഭാകരൻ. പട്ടാമ്പിയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ.
കൊണ്ടൂർക്കര മരുതൂർ സ്വദേശികളെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് കൂമ്പൻകല്ല് മൃഗാശുപത്രി പരിസരത്ത് വെച്ച് 1.14 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മണ്ണൂർ പള്ളിപ്പടി പേഴുംകാട് റോഡ് നവീകരണം തുടങ്ങി. റോഡ് നവീകരിക്കുന്നത് 90 ലക്ഷം രൂപ ചെലവിൽ. മാത്തൂർ ചുങ്കമന്നത്ത് പാതയോരത്തെ ലേലത്തിനെടുത്ത മരങ്ങൾ മുറിക്കുന്നതിന്റെ മറവിൽ വ്യാപകമായി തണൽ മരങ്ങൾ വെട്ടിമാറ്റിയെന്ന പരാതി. മാലിന്യ സംസ്കരണം വീടുകളിൽ നിന്ന് ശീലിക്കാൻ കഴിയണമെന്ന് സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. പട്ടാമ്പിയിൽ നഗരസഭാ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ ചേർന്നത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച്. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. പ്രതിഷേധ ജ്വാലയുമായി ജനകീയ സമിതി. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. പ്രവൃത്തി ഇന്നും പാതി വഴിയെ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. വിസ്തൃതമായ തട്ടകത്തിൽ കണാത്തൊട്ട് മുളവരെ നീളുന്ന പൂരക്കാലത്തിന് തുടക്കം. രാവിന്റെ 3-ാം യാമത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.